ചെറുപ്പം മുതലേ ഒരു കല്ല് പെൻസിൽ പോലും കൊടുത്തിട്ടേ ഉള്ളൂ അവള്, എടുത്തിട്ടില്ല. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയായാലും അമൃത മോഷ്ടിക്കില്ലെന്ന്. മതി പുകഴ്ത്തിയത്. കുറച്ചു മാസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു മക്കളോടുള്ള ഒരു ചായ്വ്. അത് വേണ്ട. ഞാൻ കഴിഞ്ഞിട്ട് മതി ചന്ദ്രൻ ഈ ലോകത്ത് വേറെ ആരും. മനസ്സിലാവുന്നുണ്ടോ? ഓ, മനസ്സിലായേ. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ എന്തും ആരും. ഇങ്ങനെ കേൾക്കുന്നത് തന്നെ ഒരു സുഖം. കണ്ടോ, കറണ്ട് പാസ് ചെയ്തു. ഞാനുണ്ട് ചന്ദ്രന്. പക്ഷേ ഒരു കാര്യം, നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് എന്റെ അടുത്ത് മിണ്ടി പോരുത്. മോഷണ കേസിലല്ലെങ്കിൽ മാനം കെട്ട ഏതെങ്കിലും കേസില് പ്രതിയാക്കും ഞാൻ 5 എണ്ണത്തിനെയും. ചന്ദ്രൻ സകല സെന്റിമെന്റ്സും മാറ്റിവെച്ച് എന്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് മാത്രം വേണ്ടി. ഉണ്ടാവും. നീ ഇല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല. മക്കളെയൊക്കെ ഞാൻ എന്നേ കളഞ്ഞതാ. മനസ്സിൽ നിന്നങ്ങ് കളഞ്ഞാ മതി. നാട്ടുകാരുടെ ഇടയില് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കണ്ട. അങ്ങനെ ഉണ്ടായിപ്പോയാ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തു. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഒന്നും വേണ്ട. ചുമ്മാ അറസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ നാളെ അവിടം വരെ നമുക്കൊന്ന് ചെല്ലാം. എത്ര കരുക്കൾ നീക്കിയിട്ടായാലും ഇപ്പൊ കോടികൾ വില വരുന്ന പഞ്ചരത്നം എന്റെ കൈവെള്ളയിൽ ഒതുങ്ങണം. എന്റേതാവണം. അത് കഴിഞ്ഞാ പിന്നെ പടിക്ക് പുറത്ത് 5 എണ്ണവും. അമൃതേച്ചി, ദേ മാമ വന്നു. മക്കളെ എന്താ പറ്റിയേ? എന്താ? ഞാനിപ്പോഴാ കാര്യം അറിയുന്നേ. എന്താ മോളെ, എന്താ സംഭവിച്ചേ? ഒരു സ്ത്രീ മാല പൊട്ടിച്ച് എന്റെ ബാഗിലിട്ടു. ഞാൻ കട്ടെടുത്താണെന്ന് എല്ലാരും വിചാരിച്ചേ. ആ വിവരങ്ങളൊക്കെ മാമൻ അറിഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ടാ മാമൻ വരുന്നേ. ഇത്രയും നേരം ആദ്യമായിരുന്നു എന്റെ മനസ്സില്. ഇപ്പോഴാ ഒന്ന് സമാധാനം ആയേ. ഞാൻ പറഞ്ഞില്ലേ മോനെ, ഒരു തെറ്റും ചെയ്യില്ല എന്റെ അമൃതമോള്. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന പോലെ ചുമ്മാ എന്തെങ്കിലും കേട്ടിട്ടെ ആരെയും തെറ്റുകാരായിട്ട് വിധിക്കരുത്. ആ, അതിന് എന്നെ കുറ്റപ്പെടുന്ന പോലെ പറയുന്നത് എന്തിനാ? അമൃതേച്ചി തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞാനും പറഞ്ഞല്ലേ. പറയാത്തവരും ഉണ്ടല്ലോ ഇവിടെ. ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ട് മാമനോടൊന്ന് വിളിച്ചു പറയാത്ത എന്താ? വിവരം അറിഞ്ഞപ്പോ ഞാൻ ആദ്യം വിളിച്ചത് മാമനെയാ. മാമൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഫോൺ എടുത്തത് മാമിയാ. എന്നിട്ട് ഇതുപോലത്തെ നാണം കെട്ട കാര്യത്തിന് സഹായിക്കാൻ ഇറങ്ങി തിരിച്ചാലേ അത് ഈ കുടുംബത്തിന് നാണക്കേടല്ലേ? മാമനോട് പറഞ്ഞില്ല അല്ലേ? ഇല്ല, സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അവള്. പറഞ്ഞാ മാമൻ ഓടി വരുമെന്ന് മാമിക്കറിയാം. ചേച്ചി മോഷണ കേസിലല്ലേ പെട്ടത്. സഹായിക്കാൻ വന്ന് നാണക്കേട് വരുത്തി വെക്കണ്ടെന്ന് മാമി കരുതി കാണും. മറ്റാരെങ്ങനെ വിചാരിച്ചാലും മാമൻ അങ്ങനെ ചെയ്യില്ല മക്കളെ.